ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് മെയ് 21. ഇന്നെങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇന്ന് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 150 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പാണ് മാർക്കറ്റിൽ ഇന്ന് രാവിലെ തന്നെ വന്നത്. ബട്ട് ആ ഒരു ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നതല്ല കണ്ടത് നമ്മൾ. മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് പെട്ടെന്ന് തന്നെ റിജക്റ്റ് ചെയ്തു താഴോട്ട് വരികയാണ്. ഇവൻ ഓപ്പൺ ചെയ്ത് തന്നെ ഇവൻ 23,800 റേഞ്ചിൻ്റെ മുകളിലാണ്. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു 23,800 എന്ന് പറഞ്ഞ ഒരു ലെവൽ വളരെ സ്ട്രോങ് ആയ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് ഈ ഒരു ലെവൽ. അപ്പം ഈ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് താഴോട്ടേക്ക് ഇല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ആ ഒരു ഏരിയ തന്നെ മാർക്കറ്റ് എൻഡ് ചെയ്യുന്നതാണ് കണ്ടത്. ഓക്കെ, അപ്പം ഈ 23,800 ഹഡിൽ ഇതുവരെ ഇന്നും മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഒരു ബെയറിഷ് നോട്ടിലാണ് ഇന്ന് എൻഡ് ചെയ്ത്. ആ ഒരു 150 പോയിൻറ്റ്സിൻ്റെ മോർണിംഗ് ഗെയിന് നല്ല രീതിയിൽ തന്നെ ക്ലോസ് ചെയ്യാണ് ചെയ്തത്. അതേപോലെ ഈ ആക്ച്വലി 23,800 തന്നെയാണ് ഇപ്പോഴും കറൻ്റ്ലി ഉള്ള മെയിൻ ഒരു സപ്ലൈ ലെവൽ. ആ ഒരു സപ്ലൈ ലെവലിലേക്ക് ഒന്നും കൂടെ ടാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് 24,400, ഓക്കെ, ഒരു 400 പോയിൻറ്റ്സിൻ്റെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻ്റ് ആണ് ലാസ്റ്റ് ഒരു കപ്പിൾ ഓഫ് ഡേയ്സ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. 23,800 വരുന്നു, അതേപോലെ 23,400 റേഞ്ചിലേക്ക് വരുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. അപ്പം മാർക്കറ്റ് ഒന്നും കൂടെ ഈ ഒരു ഏരിയയിൽ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 23,600, 700 റേഞ്ചിൽ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യണം. ഡെഫിനറ്റ്ലി മാർക്കറ്റ് 23,800 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോവും. അതല്ല മാർക്കറ്റ് പിന്നെയും താഴോട്ട് വരുവാണെങ്കിൽ വീക്ക്നെസ് ആണ് മാർക്കറ്റിൽ കാണിക്കുന്നത്. മേ ബി 23,400 ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസും ഉണ്ടാവും. അപ്പം നമുക്ക് വരുന്ന സെഷനുകളും അങ്ങനെ തന്നെ നോക്കാം, എന്തൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങളെന്ന് നോക്കിയിട്ട് വരാം. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിൽ പോവാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു ഫോളാണ് ബാങ്ക് നിഫ്റ്റിയിലും വന്നത്. ഓൾമോസ്റ്റ് നമ്മൾ ഇന്ന് സംസാരിച്ച 24,400 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ലെവലിൻ്റെ താഴെ തന്നെയാണ് ഓപ്പൺ ചെയ്തത്. ഇന്നും അതും ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ബട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. മാർക്കറ്റ് അവിടെ നിന്ന് താഴെ വന്നു. ഈ ഒരു 23 ലെവലിൽ 53,000 ഒരു സപ്പോർട്ട് എടുക്കുന്നതാണ് മാർക്കറ്റ് കണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് പ്രോപ്പർ ആ ഒരു 54,400 റേഞ്ചും 52,700 റേഞ്ചും ആണ് പ്രോപ്പർ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് കിടക്കുന്നത് ഇപ്പോഴും. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലും. പിന്നെ മിഡ് ഗ്യാപ്പ് നോക്കുവാണെങ്കിൽ മിഡ് ഗ്യാപ്പിൽ നമുക്ക് കറൻ്റ്ലി ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നമ്മൾ ഇന്നലെ സംസാരിച്ച 22,650 റേഞ്ചാണ് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വന്നിരിക്കുന്നത്. അപ്പം പ്രോപ്പറായ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു മാർക്കറ്റ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ് ചെയ്തത് മിഡ് ഗ്യാപ്പിൽ. അപ്പം കറൻ്റ്ലി ഉള്ള ഈ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് കറൻ്റ് ഉള്ളത്. അപ്പം അത് ബ്രേക്ക് ഇനി ചെയ്ത് മാർക്കറ്റ് മേലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സപ്പോർട്ടായിട്ട് മാറുള്ളൂ. അത് അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്ട്രോങ് ആയി തന്നെ വരികയും ചെയ്യും. ഓക്കെ, ദെൻ സ്മോൾ ക്യാപ്പ് നോക്കുവാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഒരു ചെറിയൊരു പോസിറ്റീവ് നോട്ടിലാണ് എൻഡ് ചെയ്ത്. കുറച്ചും കൂടെ ബെറ്റർ ആണ് കമ്പയറിങ് ടു നിഫ്റ്റി. മിഡ് ഗ്യാപ്പും കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ. അപ്പം എവിടെയാണ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തത് ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് ആ ഒരു റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്യാണ് ചെയ്തത്. മാർക്കറ്റ് താഴോട്ട് വന്നില്ല, ആ ഒരു റേഞ്ചിൽ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യില്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, ആ ഒരു ഏരിയയിൽ തന്നെ അപ്പോൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് കാണിക്കുന്നത് കുറച്ചും കൂടെ സ്മോൾ ക്യാപ്പാണ്. സ്മോൾ ക്യാപ്പ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടെങ്കിലും ബട്ട് പ്രോപ്പർ കുറച്ചും കൂടെ വീക്കറായ സ്റ്റേജിൽ നിൽക്കുന്നത് സ്മോൾ ക്യാപ്പാണ് കമ്പയറിങ് ഹിയർ. ഒരു സപ്പോർട്ട് എടുത്തു, ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് അവിടെ അതിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നു. മാർക്കറ്റ് ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ്, ഒരു 200 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഹെഡിങ് ടുവേർഡ്സ് അപ്സൈഡ് എന്ന് നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ ഇന്നത്തെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഡിഫെൻസ് തന്നെയാണ്. ഡിഫെൻസ് അത് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ മാർക്കറ്റ് കുറച്ചും കൂടെ ഒന്ന് മേലോട്ട് പോയി. ബട്ട് ആ ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെ എൻഡ് ചെയ്യാൻ നിഫ്റ്റി ഡിഫെൻസിന് സാധിച്ചു. അപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആണ് നിഫ്റ്റി ഡിഫെൻസ് കാണുന്നത്. അപ്പം ഡിഫെൻസിൽ സ്റ്റോക്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഫാർമ, ഡിഫെൻസ് ആൻഡ് ഹെൽത്ത് കെയർ സെക്ടറിലുള്ള സ്റ്റോക്സുകൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ
ഇന്ന് ഏതൊക്കെ സ്റ്റോക്സ് ആണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹണിവെല്ലാണ്. ഹണിവെല്ലിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പം റിസൾട്ട് നല്ല രീതിയിൽ വന്നതുകൊണ്ട് തന്നെ ഇന്നലെ ആയിരുന്നു അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നത്. അപ്പം റിസൾട്ട് നല്ല പോസിറ്റീവായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാർക്കറ്റ് നല്ല രീതിയിൽ ഓൾമോസ്റ്റ് 50% ആണ് റാലി ചെയ്തത്. അപ്പം നോക്കുവാണെങ്കിൽ നമുക്ക് പ്രീവിയസ്ലി ഒരു ചാർട്ട് നോക്കുവാണെങ്കിൽ അത്രയും വലിയൊരു മൂവ്മെൻറ്റ് എവിടെയും കണ്ടിട്ടില്ല. സംവെയർ അറൗണ്ട് 2024 കണ്ടത്. അത് കഴിഞ്ഞുള്ള മൂവ്മെൻ്റ് ആണ്. ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് കഴിഞ്ഞുള്ള ഒരു ഹ്യൂജ് മൂവ്മെൻ്റ് ആണ് നമ്മുടെ ഹണിവെല്ല് കാണുന്നത്. അപ്പം ഈവൻ ബ്രോക്കറേജുകാരും ഈ ഒരു സ്റ്റോക്കിനെ, ഈ ഒരു ഹണിവെൽ എന്ന് പറഞ്ഞ സ്റ്റോക്കിനെ ഹൈ ടാർഗറ്റ് അപ്സൈഡുള്ള ഹൈ ടാർഗറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് 40,000 മുകളിലാണ് ടാർഗറ്റ്സ് അവരും വെച്ചിരിക്കുന്നത്. അതേപോലെ ഗ്രാസിം എന്ന് പറഞ്ഞ സ്റ്റോക്കിലും ഇന്നലെ റിസൾട്ട് അനൗൺസ് ചെയ്ത് അതും നല്ല രീതിയിലുള്ള നല്ല റിസൾട്ടായിരുന്നു. പക്ഷേ ഇതിൽ വേറെ കാര്യം കൂടെ ഉണ്ട്. നല്ലൊരു ബ്രേക്കൗട്ടാണ് ഗ്രാസിമിൽ ഫോം ചെയ്തത്. നല്ലൊരു സ്ട്രോങ് ബ്രേക്കൗട്ടാണ്. അപ്പം അത് സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ന്യൂസ് ബേസ്ഡ് ആണ്. അതും ഓൾ ടൈം ഹൈ ആണെന്ന് തോന്നുന്നു. ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ടാണ്. നല്ല സ്ട്രോങ് ആയ ബ്രേക്കൗട്ടാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ഗ്രാസിമിൽ. പിന്നെ അതേപോലെ ഏഞ്ചൽ വണ്ണും ഇന്ന് ഓൾമോസ്റ്റ് 4 to 5% മൂവ് ചെയ്തു. ഇത് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രീവിയസ് ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് തന്നെ പറയാം, ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രോപ്പർ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണിത്. ഇന്ന് സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഏഞ്ചൽ വൺ. അപ്പം ഗ്രാസിം ആൻഡ് ഏഞ്ചൽ വൺ ആണ് കുറച്ചും കൂടെ ടെക്നിക്കലി വൈസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബൈ സൈഡ് അല്ലെങ്കിൽ അപ്പ് സൈഡ് മൂവ് ചെയ്യാൻ ഒരു 10% 15% മൂവ് ചെയ്യാനുള്ള ചാൻസസ് കാണുന്നു. അതേപോലെ ജൂബിലി ഫുഡ് വർക്ക്സിൽ നോക്കുവാണെങ്കിൽ ഇന്നൊരു 7-8% ഡ്രോപ്പാണ് അല്ലെങ്കിൽ ഡ്രാഗ് ആണ് കാണുന്നത്. അപ്പം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇന്നലെ Q4 റിസൾട്ട് ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിലല്ല വന്ന്, കുറച്ചും കൂടെ പ്രോഫിറ്റ് അത്ര നല്ല രീതിയിൽ മേക്ക് ചെയ്തില്ല. ബട്ട് എന്നാലും ഇതിൻ്റെ ഡൗൺഗ്രേഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺഗ്രേഡ് ടാർഗറ്റ്സ് ഒക്കെ വെട്ടിക്കുറച്ചു. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ മാർക്കറ്റ് ഇത് താഴോട്ട് വരുവാണ് ചെയ്തത്. അതേപോലെ പി ഇൻഡസ്ട്രിയും സെയിം ആണ്. ഓൾമോസ്റ്റ് 5%. 2 ഡേയ്സ് മുമ്പാണ് ന്യൂസ് Q4 റിസൾട്ട് വന്ന്. പക്ഷേ Q4 റിസൾട്ട് വന്നിട്ട് ഹ്യൂജ് ഗ്യാപ്പ് ഡൗണും വന്നു. ഇന്ന് അത് കണ്ടിന്യൂ ചെയ്യാണ്. ഓൾമോസ്റ്റ് ഒരു വിത്തിൻ 2 ഡേയ്സ് ന്യൂസ് കാരണം, ഇല്ലെങ്കിൽ Q4 റിസൾട്ട് കാരണം ഓൾമോസ്റ്റ് ഒരു 12% ഫോളാണ് വിത്തിൻ 2 ഡേയ്സും കൊണ്ട് PI ഇൻഡസ്ട്രിയിൽ സംഭവിച്ചത്. ഓക്കെ, അപ്പം റിസൾട്ട് സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മാർക്കറ്റിൽ ഓരോ സ്റ്റോക്കിൻ്റെ നല്ല ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. അപ്പം സ്റ്റോക്സുകൾ എപ്പോഴും റിസൾട്ട് നോക്കി മാത്രം ട്രേഡ് ചെയ്യുക, ഇല്ലെങ്കിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പം റിസൾട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആ ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, റിസൾട്ടിന് മുമ്പ് നിങ്ങൾ ഹോൾഡ് ചെയ്യരുത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഹോൾഡ് ചെയ്യുക. അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. റിസൾട്ടൊക്കെ എൻഡ് ചെയ്ത് ഒന്ന് കാമായ ശേഷം മാർക്കറ്റിൽ എൻട്രി ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.